Exercise 2.2 question number 2. Define a relation R on the set n of natural numbers by R is equal to ordered pair xy such that y is equal to x plus 5. X is a natural number less than 4. X comma y belongs to M. Depict this relationship using roster form. Write down the domain and the range. So, ഇവിടെ relation തന്നിരിക്കുന്നത് relation R is defined on the set. Okay, R is defined on the set N, which means what? R defined on the set means R is defined from set N to set N. Okay, so suppose a relation R is defined from A to A എന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആ റിലേഷൻ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. എക്സ് കോമ വൈ ബിലോങ്സ് ടു എൻ. ഓക്കെ, so we need to write this relationship using roster form. So R is equal to ordered pairs. So ordered pairs le first element x ആണ്. So x ഇവിടെ തന്നിട്ടുണ്ട്. X is a natural number less than 4. So we need to consider only the numbers 1, 2, 3. Less than 4 എന്ന് പറയുമ്പോൾ 4 വരില്ല, 4നേക്കാളും ചെറുത്. So we have the natural numbers less than 4 are 1, 2, 3. So if x is equal to 1, x 1 ayal, what will be the second component? Y. Y is equal to 5 more than x on. Y is equal to x plus 5. So if x is equal to 1, y is equal to 6. So first ordered pair is 1, 6. ഇനി അടുത്തത് എക്സിന് നമുക്ക് 2 എടുക്കാം. സോ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു 7. ഓക്കെ, എക്സ് 3 ആകുമ്പോൾ 3 പ്ലസ് 5 8. സോ ഇത്രയും എലമെന്റ്സ് ആണ് ഈ റിലേഷനിൽ വരും. നൗ വി ക്യാൻ റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ്. സോ 1, 2, 3. Range എന്ന് പറഞ്ഞാലോ set of second elements of the ordered pairs 6, 7, 8. കോഡൊമൈൻ കാണാൻ പറഞ്ഞിട്ടില്ല. കോഡൊമൈൻ ചോദിച്ചാൽ ഏത് എഴുതുക? ഈ റിലേഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ ആയിട്ട് വരും. സോ അത് റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റുകൾ രണ്ടും സെയിം ആണ്, അത് എൻ തന്നെയാണ്. സോ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ ഹോൾ സെറ്റ് എൻ എഴുതണം. എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 3. A is equal to set 1, 2, 3, 5 and B is equal to set 4, 6, 9. Define a relation R from A to B by R is equal to set ordered pair xy such that the difference between x and y is odd. X belongs to A, y belongs to B. Write R in roster form. So, നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ബിൽഡപ്പ് ഫോമിൽ തന്നിരിക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതും. സോ അതിലെ ഓരോ ഓർഡേർഡ് പെയേഴ്സിലും എങ്ങനെയാണ് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നിട്ടുണ്ട്. The difference between x and y, the difference between first and second element is odd. Okay, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് ആയിട്ട് വരുന്ന ഓർഡേർഡ് പെയർസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എക്സിലെ എലമെന്റ് 1 എടുക്കുന്നു, വൈയിലെ എലമെന്റ് 4 എടുക്കുന്നു. ഓക്കെ, so you check whether the difference between 1 and 4 is an odd number. 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് നമ്പർ ആണ്, 3 ആണ് കിട്ടുക, which is odd. 1ഉം 6 എടുത്താലും ഓഡ് നമ്പർ തന്നെയാണ് വരിക, that is 5. 1ഉം 9ഉം എടുത്തിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പർ ആണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ
ഏതൊക്കെ എലമെന്റ്സ് ആണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ ഓർഡേഡ് പെയർസ് ആയിട്ട് വരിക? 1, 4, 1, 6. And we cannot write 1, 9. Okay? Because the difference between 1 and 9 is an even number. So, ആ ഒരു ഓർഡേഡ് പെയർ ഈ റിലേഷനിൽ വരുന്നില്ല. നെക്സ്റ്റ് 2, 4 ഡിഫറൻസ് 2 ആണ്, ഈവൻ നമ്പർ ആണ്. 2, 6 ഡിഫറൻസ് 4 ആണ്, ഈവൻ നമ്പർ ആണ്. 2, 9 ഇതിലെ 2 എന്ന എലമെന്റും ഇതിലെ 9 എന്ന എലമെന്റും എടുത്ത ഡിഫറൻസ് 7 കിട്ടുക, വിച്ച് ഇസ് എൻ ഓഡ് നമ്പർ. സോ 2, 9 is there in the relation. Okay. Next 3, 4. 3, 4 എടുക്കുമ്പോൾ ഡിഫറൻസ് 1 ആണ്, ഓഡ് നമ്പർ ആണ്. 3, 6 ഡിഫറൻസ് 3 ആണ്, ഓഡ് നമ്പർ ആണ്. 3, 9 ഡിഫറൻസ് 6 ആണ്, വിച്ച് ഇസ് നോട്ട് ആൻ ഓഡ് നമ്പർ. സോ ഏതൊക്കെ ഓർഡേഡ് പെയർസ് ആണ് വരിക? 3, 4, 3, 6. ഓക്കെ. നെക്സ്റ്റ് 5 എടുത്താൽ 5ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, ഓഡ് നമ്പർ ആണ്. 5ഉം 6ഉം ഡിഫറൻസ് 1 ആണ്, ഓഡ് നമ്പർ ആണ്. 5ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്, ഓഡ് നമ്പർ അല്ല. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പം എപ്പോഴും രണ്ട് നമ്പേഴ്സ് തന്നാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുന്നതാണ്, അല്ലാതെ ആ ഓർഡറിൽ ചെയ്യണമെന്നില്ല. ഓക്കെ. സോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് തന്നാൽ അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. സോ 5ഉം 9ഉം രണ്ട് നമ്പേഴ്സ് എടുത്താൽ അതിന്റെ ഡിഫറൻസ് 4 ആണ്, അത് ഓഡ് നമ്പർ അല്ല. സോ നമുക്ക് 5 ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് വരുന്ന രണ്ട് ഓർഡേഡ് പെയർസ് ആണ് വരിക. 5, 4, 5, 6. Okay. So this is the relation in roster form. The elements are 1, 4, 1, 6, 2, 9, 3, 4, 3, 6, 5, 4 and 5, 6. So ഇതിന്റെ ഡൊമൈൻ എഴുതാൻ പറഞ്ഞ ഫസ്റ്റ് എലമെന്റ്സ് എഴുതാം. സോ ഏതൊക്കെ വരും? 1, 2, 3, 5. ദ സെറ്റ് എ മുഴുവനും ഡൊമൈൻ ആയിട്ട് വരും. കോഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ ദ ഓൾ സെറ്റ് ബി എഴുതണം. റേഞ്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എലമെന്റ്സ് ആയിട്ട് 4, 6, 9 ദ കോഡൊമൈൻ തന്നെയാണ് റേഞ്ചുമായിട്ട് വരുന്നത്. Exercise 2.2 question number 5. Let A is equal to set 1, 2, 3, 4, 6. Let R be the relation on A defined by set builder 4 ordered pair AB such that A comma B belong to A. B is exactly divisible by A. Write R in roster form. Find the domain of R. Find the range of R. Okay. സോ ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്, നമുക്കതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ ദ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എ. വാട്ട് ഇറ്റ് മീൻസ്? റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു എ എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ 1, 2, 3, 4, 6 ആർ ദ എലമെന്റ്സ് ഓഫ് എ. ഇവിടെ ഓർഡേഡ് പെയർസ് എഴുതുമ്പോൾ റോസ്റ്റർ ഫോമിലെ റിലേഷൻ എഴുതുമ്പം ഓർഡേഡ് പെയർസിൽ സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്കറിയാം സെക്കൻഡ് എലമെന്റ് ഏതെടുത്താലും അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ 1 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരും. ഓക്കെ. B is exactly, the second element is exactly divisible by the first element. So R in roster form 1 കൊണ്ട് ഈ എല്ലാ എലമെന്റ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. So we have the ordered pairs 1, 1, 1, 2, 1, 3, 1, 4, 1, 6. Here 1 is divisible by 1. 2 is divisible by 1, 3 is divisible by 1, 4 is divisible by 1, 6 is divisible by 1. Okay. ഇനി രണ്ടാമത്തെ എലമെന്റ് 2 എടുത്താൽ ഏതൊക്കെ എലമെന്റ്സിനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഈവൻ നമ്പേഴ്സിനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സോ വി ഹാവ് 2, 2.
The second element is divisible by 2. Next 2, 4. 4 is divisible by 2. 2, 6. 6 is divisible by 2. Okay. ഇനി അടുത്ത എലമെന്റ് 3 എടുത്താൽ 3യുടെ മൾട്ടിപ്പിൾസ് അങ്ങനെ എടുത്താലും മതി. ഓക്കെ. 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതാണ് രണ്ടാമത്തെ നമ്പർ. B is exactly divisible by A means B is multiple of A ആയിരിക്കണം. ഓക്കെ. സോ നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ഏതാണ്? 3 തന്നെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. 6 is multiple of 3. So 6 is divisible by 3. Next 4 എടുത്താൽ ഈ സെറ്റിലെ ഏതെങ്കിലും എലമെന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4നെ 4 കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് 4 4 എന്ന ഓർഡേഡ് പെയർ എഴുതാം. ഓക്കെ. വേറെ ഒരു നമ്പറും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല, 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് നമ്പർ 6 ആണ്. The multiple of 6. 6 മാത്രമാണ് multiple of 6 ആയിട്ടുള്ളത്. So we have 6 6. So this is the roster form of the given relation. Elements 1 1 1 2 1 3 1 4 1 6 2 2 2 4 2 6 3 3 3 6 4 4 4 6 4 4 and last 6 6. ഇത് ഡയറക്റ്റ് ആയിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിയാത്തവർ ഓരോ എലമെന്റും എടുക്കും. നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. എപ്പോഴും അങ്ങനെയാണ്. ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റിലേക്ക് റിലേറ്റ് ചെയ്യാണ് ചെയ്യും. സോ ഇതിൽ 1 എന്ന് പറഞ്ഞ എലമെന്റ് എടുത്താൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ സെറ്റിലെ ബാക്കി എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. B is exactly divisible by A means B is multiple of A ആയിരിക്കും. ഇങ്ങനെ എടുത്താലും എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ. ആ രീതിയിൽ ഓർഡേഡ് പെയർസ് കണ്ടുപിടിക്കുക. അതിൻ്റെ സെറ്റാണ് റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ കിട്ടുക. ഓക്കെ. നൗ സെക്കൻഡ്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് R. സോ ഓർഡേഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ്സ് ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റാണ് ഡൊമൈൻ. സോ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത് നോക്കുക. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. So domain is equal to 1 2 3 4 6. That means the whole set A. Okay. Next, range. The set of images, the set of second elements of the ordered pairs. 1 2 3 4 6. 2 4 6 repeat ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. 3 6 4 6 റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സോ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ സെറ്റിൽ എഴുതുള്ളൂ. സോ 1 2 3 4 6. ദ ഹോൾ സെറ്റ് എ തന്നെ റേഞ്ച്. Exercise 2.2 question number 6. Determine the domain and range of the relation R defined by R is equal to ordered pair x comma x plus y such that x belongs to 0 1 2 3 4 5. സോ ഇത് സെറ്റ് ബിൽഡ് ഓഫ് ഫോമിൽ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷനാണ്. ഇവിടെ ഓർഡേഡ് പെയറിൽ തന്നെ ആ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എലമെന്റ് എത്രയാണോ വരിക അതിനേക്കാളും 5 കൂടുതലാണ് സെക്കൻഡ് എലമെന്റ് വരുന്നത്. ഓക്കെ. സോ ടു റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് റിലേഷൻ ബെറ്റർ യു റൈറ്റ് ദ ഗിവൺ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. സോ റോസ്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ സോ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്. സോ എക്സ് ബിലോങ്സ് ടു ദ സെറ്റ് 0 1 2 3 4 5 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സിന് എടുക്കാവുന്ന നമ്പേഴ്സ്, ഇതിലെ ഓരോ നമ്പേഴ്സും നമുക്ക് എക്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹിയർ റിലേഷൻ ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ റിലേഷൻ എങ്ങനെ എടുക്കണം? റിലേഷൻ ഫ്രം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഇങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ. ഏത് റിയൽ നമ്പറും ആകും. സോ നമ്മൾ എക്സ് പക്ഷേ 0 മുതൽ 5 വരെയുള്ള നമ്പേഴ്സേ ആകാൻ പാടുള്ളൂ. ഓക്കെ. സോ
ഫസ്റ്റ് എലമെന്റ് 0 എടുത്താൽ സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? 0 + 5 5. നെക്സ്റ്റ് 1 എടുത്താൽ 6 വരും, 2 എടുത്താൽ 7 വരും. നിങ്ങൾക്ക് കാണാം 6ഉം 7 ഒന്നും എക്സിലെ എലമെന്റ്സ് ആണ്. നമ്മൾ എഴുതുന്നത് വൈയിലെ എലമെന്റ്സ് ആയിട്ടാണ് 6ഉം 7ഉം എഴുതുന്നത്. സോ റിലേഷൻ എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? റിയൽ നമ്പേഴ്സ് ആണ് ആ രണ്ട് സെറ്റും എന്ന് എടുക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് 3 വരുമ്പോൾ 8, 4 വരുമ്പോൾ 9 വരും, ആൻഡ് 5 വരുമ്പോൾ 10. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഇനി നമുക്ക് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതണം. Domain of R. Domain is equal to set of all first elements of the ordered pairs 0, 1, 2, 3, 4, 5. Okay. Range is set of all second elements of the ordered pairs 5, 6, 7, 8, 9, 10. Exercise 2.2 question number 7. Write the relation R is equal to x comma x cube such that x is a prime number less than 10 in roster form. So ഇവിടെ രണ്ട് സെറ്റുകളും സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. So we need to consider the whole set R or subset of the set R. Okay. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന എലമെന്റ് തന്നിട്ടുണ്ട്. ദറ്റ് എലമെന്റ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. സോ ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10 അതാണ് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് ഈ റിലേഷനിലെ ഓർഡേഡ് പെയർസിൽ വരിക. So what are the prime numbers less than 10? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഓക്കെ, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് അതേ നമ്പറും 1ഉം മാത്രമായി വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. സോ 2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 കിട്ടുക എന്നാണ് നോക്കുക. സോ ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ് 2? 1ന്റെയും 2ന്റെയും മാത്രം മൾട്ടിപ്പിൾ ആണ് 2. സോ 1ഉം 2ഉം മാത്രമാണ് 2ന്റെ ഫാക്ടേഴ്സ്. 1ഉം ഉണ്ട്, അതേ നമ്പർ 2ഉം ആണ് ഉള്ളത്. സോ 2 ഈസ് എ പ്രൈം നമ്പർ. അതേപോലെ 3 ഈസ് എ പ്രൈം നമ്പർ. 1 × 3 ആണ് 3. 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 4ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1 വരും, 4 വരും, കൂടാതെ 2ഉം വരുന്നുണ്ട്. സോ 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. 5 ഈസ് എ പ്രൈം നമ്പർ ബിക്കോസ് ദ ഫാക്ടേഴ്സ് ഓഫ് 5 ആർ 1 and 5. 6 is not a prime number. 7 is a prime number. 8 is not a prime number. 9 is not a prime number. So the prime numbers less than 10 are 2, 3, 5, 7. Okay. ഇനി നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. Therefore R is equal to so ഇവിടെ ആദ്യം നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 2 എഴുതാം. സോ സെക്കൻഡ് എലമെന്റ് എന്താ വരിക? 2 ക്യൂബ്. ഓക്കെ, 3 എഴുതിയാൽ 3 ക്യൂബ്, 5 എഴുതിയാൽ 5 ക്യൂബ്, 7 എഴുതിയാൽ 7 ക്യൂബ്. ഇതിങ്ങനെ എഴുതിയാൽ പോലെ കറക്റ്റ് നമ്പർ എഴുതണം. ദറ്റ് ഈസ് R is equal to ഫസ്റ്റ് ഓർഡേഡ് പെയർ 2 ക്യൂബ്. 2നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. 2 × 2 × 2. So 2 × 2 × 2 എത്രയാ? 8. Okay. 3 cube means multiply 3 times. 3 × 3 × 3 27. 5 cube. 5 × 5 × 5 125. 7 cube. 7 cube means 7 × 7 × 7. 49 × 7 343. So this is the given relation in roster form. Exercise 2.2 question number 9.
let R be the relation on Z defined by R is equal to ordered pair A comma B such that A comma B belongs to set A minus B is an integer. Find the domain and range of R. So here the relation R is defined. Relation R is defined on Z. That means relation define ചെയ്തിരിക്കുന്നത് സെഡിൽ നിന്ന് സെഡിലോട്ടാണ്. What is set? An infinite set ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സെഡ്. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ് വരും, സീറോ വരും, പോസിറ്റീവ് ഇൻഡിജേഴ്സും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷനിലെ ഓർഡേഡ് പെയേഴ്സ് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഇൻഡിജേഴ്സ് ആണ്. ഫസ്റ്റ് എലമെന്റ് മൈനസ് സെക്കൻഡ് എലമെന്റ് ഇൻഡിജർ ആയിരിക്കും. ആ രീതിയിൽ വരുന്ന എലമെന്റ്സ് എല്ലാമാണ് നമുക്ക് ഈ റിലേഷനിലെ ഓർഡേഡ് പെയേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. A is an integer, B is an integer. സോ ഈ സെറ്റിലെ എലമെന്റ് ഏതെടുത്തിട്ടുണ്ടെങ്കിലും ഈ സെറ്റിലെ തന്നെ ഏത് എലമെന്റ് ബി ആയി എടുത്താലും ഡിഫറൻസ് ബിറ്റ്വീൻ എ മൈനസ് ബി ഒരു ഇൻഡിജർ ആകുന്നു. -3 എടുക്കുന്നു, 0 എടുക്കുന്നു. -3 -0 -3 തന്നെയാണ്, ഇൻഡിജർ തന്നെയാണ്. -2 വേറെ നമ്പർ 2 എടുക്കുന്നു, -2 -2 -4 വരും, അതും ഇൻഡിജർ തന്നെയാണ്. സോ ഇതിലെ ഏത് എലമെന്റ് വേണമെങ്കിലും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരും. നമ്മൾ ഒരു 2-3 എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മാത്രം മതി. സോ അത് എല്ലാ നമ്പേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡൊമൈൻ ആയിട്ട് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് ഇതിൽ ഏത് നമ്പറും വരും. സോ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. സോ വാട്ട് ഇസ് ഡൊമൈൻ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതേണ്ട കാര്യമില്ല. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇതിൽ എല്ലാ എലമെന്റ്സും എഴുതാൻ കഴിയില്ല. സോ നമ്മളിത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് വരുന്നതെങ്കിൽ അത് റിലേഷനിലുള്ള എലമെന്റ്സും ഇൻഫൈനൈറ്റ് സെറ്റ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ഓഫ് ദ റിലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഡൊമൈൻ എന്ന് പറയുന്നത് അതിലേത് എലമെന്റും ആകാം. സോ വി റൈറ്റ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് സെറ്റ്. റേഞ്ച് ആണെങ്കിലോ, റേഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമേജസ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് വെച്ച് ഈ സെറ്റിൽ എടുക്കുമ്പോൾ കിട്ടുന്നതും ഇതിലെ തന്നെ ഒരു ഇൻഡിജർ ആയിരിക്കും. ഓക്കെ, സോ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് തന്നെ റേഞ്ച് ആയിട്ടും വരും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ജനറലായിട്ട് എഴുതുക. ഓക്കെ, റിലേഷൻ നോക്കുക. ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുന്നു, ഒരു നെഗറ്റീവ് നമ്പർ എടുത്തു. സെക്കൻഡ് എലമെന്റ് ആയിട്ട് ഒരു നെഗറ്റീവ് നമ്പർ തന്നെ എടുക്കുക. ഓക്കെ, എന്താ കിട്ടുന്നതെന്ന് നോക്കാം. -1 എന്ന് പറയുമ്പോൾ -1 + 1 ആണ്. സോ ദാറ്റ് ഇസ് 0. ദാറ്റ് ഇസ് അഗെയിൻ ആൻ ഇൻഡിജർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 -2 പിന്നെ ഒരു പോസിറ്റീവ് നമ്പറും എടുക്കുന്നു. സോ -2 -4 ആണ്, അഗെയിൻ ആൻ ഇൻഡിജർ. ഓക്കെ, അപ്പൊ ഏത് രണ്ട് എലമെന്റ്സ് എടുക്കുമ്പോഴും സോ ഇവിടെ എടുക്കുന്ന എലമെന്റ്സ് ആദ്യത്തെ എലമെന്റ് എക്ക് വരും, രണ്ടാമത്തെ എലമെന്റ് ബിക്ക് വരും. A മൈനസ് ബി ഇൻഡിജർ ആയിട്ടാണ് വരുന്നത്. സോ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. സോ ഡൊമൈൻ Z എന്ന് എഴുതാം. റേഞ്ച് ആയിട്ട് ഏത് നമ്പർ വേണമെങ്കിലും വരാം. സോ റേഞ്ച് ഇസ് ഓൾസോ ഈക്വൽ ടു സെറ്റ്. Example 8, page number 35. Here, the figure shows a relation between the sets P and Q. Write this relation in set builder form, in roster form. What is its domain and range? Okay, so set builder formula ഈ relation എഴുതണം, roster formula ഈ relation എഴുതണം, ഈ relationലെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. സോ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന റോസ്റ്റർ ഫോം ആണ് ആദ്യം. സോ ലെറ്റ്സ് റൈറ്റ് ദ ഗിവൺ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം ഫസ്റ്റ്. R in roster form.
R is equal to ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 9 വരുന്നുണ്ട്. കാരണം 9 ഒരു ഇമേജ് ഉണ്ട്. സോ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 9 വരും. 9, 3, പിന്നെ 9 ഉള്ള രണ്ടാമത്തെ ഇമേജ്, 2 ഇമേജ് വീതമുണ്ട് ഇതിൽ ഓരോ എലമെന്റ്സിനും. ഓക്കെ, 9ന്റെ രണ്ടാമത്തെ ഇമേജ് -3. ഓക്കെ, ദെൻ 4. 4ന്റെ ഇമേജസ് 2, -2. 25. 25ന്റെ ഇമേജസ് 5ഉം അതേപോലെ -5ഉം വരുന്നുണ്ട്. സോ നമ്മൾ തന്നിരിക്കുന്ന ആരോ ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി നമുക്കതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് നോക്കേണ്ടത്. ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നോക്കൂ, 9 വന്നപ്പോൾ 3 വന്നു, 9 വന്നപ്പോൾ -3 വന്നു. സോ എങ്ങനെ 9നെ ഈ രണ്ട് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യും? ഓക്കെ, അതേ റിലേഷൻ തന്നെ ആയിരിക്കണം ഈ ഓർഡേർഡ് പെയർസ്, ഈ റിലേഷനിലെ മറ്റുള്ള ഓർഡേർഡ് പെയർസിനും വരും. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് മനസ്സിലേക്ക് വരുന്നത് 3ന്റെ സ്ക്വയർ ആണ് 9, -3ന്റെ സ്ക്വയർ ആണ് 9. ഓക്കെ, ഓർ ദ ഫസ്റ്റ് എലമെന്റ് ഏതാണോ അതിന്റെ സ്ക്വയർ റൂട്ടാണ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എക്സ് എന്ന് തന്നെ എടുത്താൽ സെക്കൻഡ് എലമെന്റ് എന്താ വേണ്ടത്? റൂട്ട് എക്സ് എന്നാണ് വരും. ഓക്കെ, സിംപ്ലി റൂട്ട് എക്സ് എന്ന് എഴുതിയാൽ, ഓക്കെ, റൂട്ട് എക്സ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പം 9ന്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് 3 മാത്രമാണ്, -3 വരാൻ പാടില്ല. സോ നമ്മൾ അതിന്റെ മുന്നേ എന്തെഴുതിക്കൊള്ളാം? പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതി. അപ്പൊ മിക്ക ആൾക്കാരും വരുത്തുന്ന മിസ്റ്റേക്കാണത്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 വന്നിട്ട് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് പ്ലസ് ഓർ -3. അത് കറക്റ്റാണ്. അല്ലാതെ ഇങ്ങനെ എഴുതും, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് എന്താ? റൂട്ട് 9 എന്നിട്ട് പ്ലസ് ഓർ -3 എഴുതും. അത് തെറ്റാണ് ആക്ച്വലി. ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞു ആ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത് തന്നെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് എഴുതേണ്ടത്. സോ നമ്മൾ പ്ലസും മൈനസും വരുവാണെങ്കിൽ ആ റൂട്ടിന്റെ കൂടെ പ്ലസ് ഓർ മൈനസും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ട് എക്സിൽ എഴുതാം. ഓർ അതർവൈസ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതും, നമുക്ക് വേർഡ്സിൽ എഴുതിയാലും മതി. സോ ആർ ഇൻ സെറ്റ് ബിൽഡർ ഫോം. സോ ആ റിലേഷൻ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 എലമെന്റ്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ് കണ്ടുപിടിച്ചത്. അത് അടുത്ത എലമെന്റ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 4 വന്നാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 ആണ്, 2ഉം വരും -2ഉം വരും. 25 വന്നാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 25, 5ഉം വരും -5ഉം വരും. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു xy such that y is equal to second element is square root of first element. ഇങ്ങനെ എഴുതാം. ഓക്കെ, and x comma y, x belongs to, okay, x belongs to p and y belongs to q. ഇങ്ങനെ എഴുതാം. ഓർ നമ്മൾ വേർഡ്സിൽ എഴുതിയാലും മതി. r is equal to ordered pair x comma y such that x is square of y. x yയുടെ സ്ക്വയർ ആണ്. or y is square root of x. എങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, x is square of y, x belongs to p, y belongs to q. ഇങ്ങനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലും എഴുതാം. ഇനി ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആരോ ഡയഗ്രത്തിൽ നിന്നും തന്നെ നമുക്ക് ഡൊമൈനും റേഞ്ചും എഴുതാൻ പറ്റും. സോ ഡൊമൈൻ ഫസ്റ്റ് സെറ്റില് ഏതൊക്കെ എലമെന്റ്സിലാണ് ഇമേജസ് ഉള്ളത് ആ എലമെന്റ്സ് ആണ് ഡൊമൈനിൽ വരിക. സോ 9 ഇമേജസ് ഉണ്ട്, 4 ഇമേജസ് ഉണ്ട്, 25 ഇമേജസ് ഉണ്ട്. സോ ദ ഡൊമൈൻ ഇസ് ഈക്വൽ ടു 9, 4, 25. നെക്സ്റ്റ് റേഞ്ച്. ഓക്കെ, ഏതൊക്കെ എലമെന്റ്സ് ആണ് രണ്ടാമത്തെ സെറ്റില് ഇമേജസ് ആയിട്ട് വരുന്നത്
ആ എലമെന്റ്സിന്റെ സെറ്റ് ആണ് റേഞ്ച്. ഏതൊക്കെ വരും? 5, 3, 2, -2, -3, -5. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും 1. The element 1 is not related to any element of P. Okay. So set Q, the whole set Q നെ നമ്മൾ പറയുന്ന പേരാണ് codomain. Exercise 2.2 question number 4. Arrow diagram തന്നിട്ടുണ്ട്. The figure shows a relationship between the sets P and Q. Write this relation in set builder form, in roster form. What is its domain and range? Okay. So first let us write the given relation in roster form. R in roster form. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നവർക്ക് ആദ്യം സെറ്റ് ബിൽഡർ ഫോം തന്നെ എഴുതാം, കുഴപ്പമില്ല. സോ ആർ ഇസ് ഈക്വൽ ടു റോസ്റ്റർ ഫോമിൽ. സോ ഫസ്റ്റ് എലമെന്റ് ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് പി സെറ്റിൽ നിന്നാണ് വരിക. സോ 5, 3, 6, 4, 7, 5. ഇനി ഈ 3 എലമെന്റ്സിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. സോ വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് ഇൻ ഈച്ച് ഓഫ് ദ ഓർഡേഡ് പെയർസ്? അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ദ സെക്കൻഡ് എലമെന്റ് ഇൻ ദ ഓർഡേഡ് പെയർ ഈസ് 2 less than the first element. ആണല്ലോ. 5 minus 2 is 3, 6 minus 2 is 4, 7 minus 2 is 5. സോ അത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ആർ ഇൻ സെറ്റ് ബിൽഡർ ഫോം. R is equal to ordered pair XY such that second element is equal to 2 less than first element. അതാണല്ലോ. Y is equal to X minus 2. Where X belongs to the first set P and Y belongs to the second set Q. Okay. So നമ്മൾ തന്നിരിക്കുന്ന ആരോ ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിലും എഴുതി കഴിഞ്ഞു, സെറ്റ് ബിൽഡർ ഫോമിലും എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇതിനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. R is equal to XYക്ക് പകരം ഫസ്റ്റ് എലമെന്റ് എക്സ് ആണെങ്കിൽ സെക്കൻഡ് എലമെന്റ് എന്താ വരിക? X minus 2. Y X minus 2 ആണ്. സോ ഇവിടെ സെക്കൻഡ് എലമെന്റ് പകരം ഡയറക്റ്റ് ആയിട്ട് X minus 2 എന്ന് എഴുതാം. ഓക്കെ. സോ വേർ X belongs to P. എക്സിന്റെ കാര്യം മാത്രം മെൻഷൻ ചെയ്താൽ മതി. കൂടുതൽ നല്ലത് XY എപ്പോഴും ഓർഡേഡ് പെയർ എഴുതുമ്പോൾ X, Y such that എന്ന് പറഞ്ഞ് എഴുതുന്നതാണ്. പക്ഷെ ഇങ്ങനെയും ക്വസ്റ്റ്യനിൽ വരും. സോ അത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. So we have written the given relation in roster form and set builder form. Now we need to write the domain and range of this relation. So arrow diagram തന്നെ ഡൊമൈനും റേഞ്ചും എഴുതാൻ കഴിയും. ഡൊമൈൻ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ആണ് 5, 6, 7. The whole set P. Okay. Range set of second elements ആണ്. സോ ഇതിൽ 3 എലമെന്റ്സും ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. സോ ആ എലമെന്റ്സ് എല്ലാം ആ സെറ്റിൽ വരും. 3, 4, 5. The whole set Q. So range is all set Q and codomain is also the whole set Q.